സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മാധ്യമങ്ങൾ ഉൾപ്പെടെ ആദ്യം കുറച്ച് അറച്ചറച്ചാണ് എങ്കിലും പിന്നീട് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടും മനുഷ്യത്വപരമായൊരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. സുധാകരൻ്റെ പ്രതികരണം പരിശോധിച്ചാലും അതേപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടപ്പോഴും എല്ലാം കുടുംബത്തെയും ആത്മഹത്യ ചെയ്ത വിജയനെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിന് ഉത്തരവാദികളായ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രമുഖ സ്ഥാനത്തുള്ള MLAയും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടുള്ളൊരു നിലപാടും കോൺഗ്രസിന് സ്വീകരിക്കാനാവുന്നില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ഗതികേടാണ്. കൊലപാതകം അംഗീകരിക്കുകയും ധീരജിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാവരുടെയും സ്നേഹാദരവ് പിടിച്ചു പറ്റിയിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു ധീരജ്. ആ ധീരജൻ കൊല ചെയ്ത പ്രതി എൻ്റെ കുട്ടിയാണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് ഒപ്പം കൊണ്ടു നടത്തിയ ശ്രമം നമ്മളെല്ലാം കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന സമീപനം ഏത് പാർട്ടിയായാലും എടുക്കണം. അത് കോൺഗ്രസ് പാർട്ടി ഒരിക്കലും എടുത്ത നിലപാടതല്ല, തെറ്റായ നിലപാടാണ് വിജയനും അതുപോലെ ആ കുടുംബത്തിനുമെതിരായിട്ട് ചെയ്തിട്ടുള്ളത്. ഗൗരവതരമായിട്ടുള്ള കുറ്റം തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. അതിനെതിരായ നിലപാടുണ്ടാവണം, നടപടി ഉണ്ടാവണം. പോലീസ് ഇപ്പോൾ കൃത്യമായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. മുൻകൂർ ജാമ്യം 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന വിവരം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ഒരു പോസ്റ്റ് കർണാടകത്തിൽ നിന്ന് നൽകിയിട്ടുള്ളത്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ് MLA പൂർണ്ണമായിട്ടും അണ്ടർഗ്രൗണ്ടിൽ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന കോടതിയുടെ വിധി വന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ കർണാടകത്തിൽ എവിടെയോ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ ഒരാളെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് വരാൻ സാധിക്കാതെ ഒരവസ്ഥ സൃഷ്ടിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ആ രീതിയിലെല്ലാം IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായ നിലപാടും നടപടിയും സ്വീകരിക്കണം. കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെയുള്ളൊരു കൃത്യമായിട്ടുള്ള ക്രിയാത്മകമായൊരു നിലപാട് സ്വീകരിക്കാനാവുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പരിമിതി. സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ? അല്ല, കോൺഗ്രസ് നേതൃത്വം ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരിച്ചവർക്ക് എതിരായിട്ടും ഇവർക്ക് അനുകൂലമായിട്ടുമാണല്ലോ. പിന്നെ പങ്കുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അവർ തന്നെയാണ് എല്ലാ തരത്തിലും അവരാണ് സംരക്ഷിക്കുന്നത്. അവർ തന്നെ പറഞ്ഞത് ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പരസ്യമായിട്ട് പറയുന്ന നിലപാട് VD സതീശനും കൊടുത്തിട്ടുണ്ട്, സുധാകരനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആധികാരികമൊന്നുമല്ലല്ലോ ഇവിടെ പ്രശ്നം. ആ മനുഷ്യൻ ഒരു കുടുംബത്തിലെ അച്ഛനും മകനും മരിച്ചിരിക്കുകയാണ്. മരിക്കുന്നതിനിടയാക്കിയത് എന്താ? കടക്കണിയാണ്. ആ കടക്കണി ഉണ്ടാക്കിയതാരാ? കോൺഗ്രസ്സാണ്. കോൺഗ്രസ് നേതൃത്വത്തിനോട് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കത്തെഴുതിയിട്ടുണ്ട്. അത് സുധാകരൻ വായിച്ചു, ആദ്യം വായിച്ചില്ല പറഞ്ഞു, പിന്നീട് വായിച്ചു എന്നും പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം നിലപാട് സ്വീകരിച്ചിട്ടില്ല. അവസാനം കോൺഗ്രസിന്റെ ചില നേതാക്കൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ട് പോയി. പുലഭ്യം കുടുംബത്തെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് ആ നിലപാടിലേക്ക് അവർ പോയി. അല്ല, അത് പരിശോധിക്കും. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്ത് പരിശോധന നടത്തുന്നതിലും യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് എന്താ ഇതിലുള്ള പങ്ക്? യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇത്തരം ഒരു കൊലപാതകം, യഥാർത്ഥ കൊലപാതകമാണല്ലോ, പറഞ്ഞുകൊണ്ടുള്ള കൊലപാതകമാണ്. ആ കൊലപാതകത്തിന് ഉത്തരവാദികളാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫോറൻസിക് പരിശോധനയും കാര്യം വേണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. വേറെ കാര്യം PV അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ചേരുകയാണ്. ഇന്ന് MLA സ്ഥാനം രാജിവെക്കാന്ന് പറയുന്നത്, അത് വല്ല മാറ്റവും രാഷ്ട്രീയ ചലനവും കേരളത്തിൽ? ഒരു ചലനവും കേരളത്തിൽ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അൻവറിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രശ്നമില്ല. അദ്ദേഹം എവിടെയൊക്കെയാ പോകുന്നതെന്നും പറയാൻ പറ്റില്ല. ഓരോ ദിവസം ഓരോന്ന് സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, അവസാനം അവിടെ എത്തുക UDF വേറെ ഒന്നുമില്ല. കേരളത്തിന്റെ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാലോ, രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ LDF ആണ്, അല്ലെങ്കിൽ UDF ആണ്. അതിൻ്റെ ഇടയിൽ വേറെ നിന്ന് പോകാനൊന്നും സാധിക്കുന്ന ഒരു സ്ഥിതിയും കേരളത്തിലില്ല. അതുകൊണ്ട് ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് പോകാൻ സാധിക്കുക, ഞാൻ നേരത്തെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥാനം അവിടെയാണ്.
ആരോ പിന്തിരിപ്പൻ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുകയല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. വാചക കസരത്ത് കൊണ്ടൊന്നും കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വലിയ പാർട്ടി RJD ആണെന്നും RJD ഭയങ്കര അതിർത്തരാണെന്നാണ് നേതാക്കൾ പറയുന്നത്. അതിലൊന്നും കാര്യമില്ല, RJD അതിലൊന്നും കാര്യമില്ല, അതിലൊന്നും ശരിയില്ല.